ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾ ശ്രവിക്കുകയും മറ്റുള്ളവരെ കൂടി അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വിജയം നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും. യേശുവിൻ്റെ വിശുദ്ധ ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങൾ കൂടുതലായി അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവനാമം സ്ഥിരം കേൾക്കാനായിട്ടും ഒന്ന് ശ്രമിക്കുക. നമുക്ക് ജീസസ് സേവ്യർ എന്ന ഈ ചാനലിലൂടെ ഇന്നത്തെ ദിവസം മത്തായിയുടെ 13-ാം അധ്യായത്തിൽ നിന്നുള്ള കുറച്ച് സുവിശേഷ ഭാഗങ്ങൾ ഒന്ന് ശ്രവിക്കാം. 13-ാം അധ്യായത്തിൽ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അന്നു തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്തു വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ഇരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ നല്ല വെയിലേറ്റത് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോകുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവർ കേൾക്കട്ടെ. ദൈവം ഈ ഉപമയിലൂടെ മനുഷ്യനെ തരം തിരിച്ചിരിക്കുകയാണ്. നമ്മളുടെ ജീവിതങ്ങൾ മുൾച്ചെടികൾക്കിടയിൽ ഞെരുങ്ങിപ്പോയതുപോലെയാകാം, പാറമേൽ വീണ വിത്തുകൾ പോലെയാകാം, നല്ല നിലത്തിൽ വീണ വിത്തുകൾ പോലെയാകാം. എങ്കിലും ജീവിതം മുന്നോട്ട് നല്ല നിലത്തിൽ വീണ വിത്തുകളെ പോലെ ആകാൻ ദൈവനാമത്തിൽ ജീവിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നത് ഒന്ന് നോക്കാം. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്തിനെക്കുറിച്ച് യേശു പറഞ്ഞത്. വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോകുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരു വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാകുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവത്തിൻ്റെ ഈ വിതക്കാരൻ്റെ ഉപമയും വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചുള്ള വിശദീകരണവും ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഈ വിതക്കാരൻ്റെ ഉപമ തന്നെ മനസ്സിലാക്കി മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക. യേശുവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് നല്ല നിലത്ത് വീണ വിത്തായിട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ദൈവത്തിൽ സ്നേഹം നിറഞ്ഞവരെ,
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.